ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വൈകുന്നേര സമയത്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ മുട്ടയുണ്ടെങ്കിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് നീളത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ചും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ നിറച്ചും തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടികളെന്ന് പറഞ്ഞാൽ മൈദപ്പൊടി ഞാൻ ഈ ഒരു ബൗളിൽ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബൗളിൽ പകുതിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പകുതി കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ മൈദപ്പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി തന്നെ അരിപ്പൊടിയും കടലപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പാകത്തിന് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടില്ല. ഈ ഒരു പാകത്തിന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ ചുട്ടെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ കോഴിമുട്ട അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 കോഴിമുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു മുട്ട 3 കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണിത്. അതിനുശേഷം നമ്മൾ സാധാരണ ഉള്ളിവട ഉണ്ടാക്കുന്ന പോലെ കുറച്ച് എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് പരത്തി കൊടുക്കുക. അതിന് മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുക്കുക കേട്ടോ. മുട്ട വെച്ചതിന് ശേഷം അതിന് മുകളിലും നമ്മൾ ഈ ഉള്ളിയുടെ മിക്സ് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് മുട്ട നല്ല രീതിയിലൊന്ന് കവർ ചെയ്യുന്ന പോലെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ എണ്ണയിൽ ഇടുന്ന സമയത്ത് മുട്ട എണ്ണയിൽ മുങ്ങുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ എണ്ണക്കോരിയിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ നമ്മൾ എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മൈദപ്പൊടിയും അരിപ്പൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ഉള്ളിയാണല്ലോ പുറംഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉൾഭാഗം കുക്കാവാതെ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ വൈകുന്നേര സമയത്ത് ഒരു കട്ടൻ ചായൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്